ഇടുക്കി കട്ടപ്പന 20 ഏക്കറിലെ ആയുർധാര ചികിത്സാലയത്തിനെതിരെ പരാതി. കാലിടറി എത്തിയ യുവാവ് ഒടുവിൽ തിരിച്ചു പോകുമ്പോൾ കാൽമുട്ടിലെ ചിരട്ടയുടെ പാട പോലും കീറിയാണ് പോകുന്നത്. 5 ഞരമ്പുകൾക്ക് ക്ഷതമേറ്റു എന്നാണ് പരാതി. ഞരമ്പ് ചികിത്സയുടെ ഭാഗമായി കാലിൽ ബ്ലേഡ് ഉപയോഗിച്ച് വരഞ്ഞതും പരിക്കിന് കാരണമായി എന്നറിയുന്നു. സ്ഥാപനം നടത്തുന്ന സിൻഡോ ജോസഫിന്റെ ഡോക്ടറേറ്റും വ്യാജമാണ്. സ്ഥാപനത്തിനെതിരെ സിദ്ധ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന മെഡിക്കൽ കൗൺസിലിന് പരാതിയും നൽകിയിട്ടുണ്ട്. എന്നാൽ സ്ഥാപനത്തിനെതിരായ പരാതി സിൻഡോ ജോസഫ് നിഷേധിച്ചു. കേൾക്കാം. കാല് ഒന്ന് ഇടറി കഴിഞ്ഞപ്പോഴത്തേനും ഈ ആയുർധാര എന്ന് പറഞ്ഞ 20 ഏക്കറിലെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പം പുള്ളി സിൻഡോ എന്ന് പറയുന്ന ആളെ നോക്കി നല്ല നീർക്കിട്ടുണ്ടെന്ന് പറഞ്ഞു. കിഴിയും പിടിക്കണം തിരുവണമെന്ന് പറഞ്ഞു. എന്നിട്ട് കുറഞ്ഞില്ല. 4-ാമത്തെ ദിവസമായപ്പോഴത്തേനും പറഞ്ഞു നമുക്ക് നീര് വലിച്ച് കളയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ബ്ലേഡ് എടുത്തുകൊണ്ട് വന്നിട്ട് സർജിക്കൽ ബ്ലേഡ് കൊണ്ടുവന്ന് കീറി എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വരഞ്ഞ് കൊണ്ടിട്ട് എന്നിട്ട് ബ്ലഡ് എടുത്ത് വലിച്ച് കളയുക ചെയ്യുന്നത്. അങ്ങനെ 3 ഇടത്ത് ചെയ്ത് കാലയിൽ. എന്നിട്ടും കുറഞ്ഞില്ല. അവസാനം സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ഡോക്ടറിനോട് വിവരം പറഞ്ഞപ്പോൾ പറഞ്ഞു MRI എടുക്കണമെന്ന് പറഞ്ഞു. MRI എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും മുട്ടുചട്ടയുടെ അകത്തെ പാടയ്ക്ക് കീറലും സംഭവിച്ചിട്ടുണ്ട്. 5 നാഡീഞരമ്പുകൾക്ക് പൊട്ടലും വന്നിട്ടുണ്ട്. നമുക്കൊപ്പം രാഹുൽ സുരേഷ് ഉണ്ട്. രാഹുൽ, എന്താണ് സംഭവിച്ചത്? ചെറിയൊരു പ്രശ്നവുമായിട്ട് ചെന്നു, ഇപ്പോൾ തിരിച്ച് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആക്കി വിട്ടോ? എന്താ സംഭവിച്ചത് രാഹുൽ? ഡോക്ടർ അരുൺകുമാർ, കട്ടപ്പനയ്ക്ക് സമീപം 20 ഏക്കറിലാണ് ആയുർധാര എന്ന ചികിത്സാലയം പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷമായി ഈ ഞരമ്പുമായി ബന്ധപ്പെട്ട് ചികിത്സയൊക്കെ അവിടെ നൽകുന്നു എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഈ നിരവധി പരാതികളാണ് ഈ സ്ഥാപനത്തിനെതിരെ പുറത്തു വരുന്നത്. അതിലിപ്പോൾ നമ്മൾ നൽകുന്ന വാർത്ത, ഇരട്ടയാർ സ്വദേശിയായിട്ടുള്ള യുവാവ് കാലിടറിയാണ് അവിടെ എത്തുന്നത്. പക്ഷേ അദ്ദേഹം വാഹനം ഓടിച്ചാണ് അവിടെ എത്തുന്നത്. പക്ഷേ അവിടെ എത്തി വലിയ രീതിയിൽ തിരുമ്പലൊക്കെ നടത്തി എന്നാണ് പറയുന്നത്. അങ്ങനെ 5 ഞരമ്പുകൾക്ക് ക്ഷതം സംഭവിക്കുന്നു. അതുകൂടാതെ മുട്ടുചിരട്ടയുടെ അകത്തെ പാട കീറിപ്പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി എന്നാണ് പറയുന്നത്. അങ്ങോട്ട് വാഹനം ഓടിച്ചാണ് പോയതെങ്കിൽ ഇങ്ങോട്ട് മറ്റൊരാളുടെ സഹായത്തോടെ വാഹനത്തിൽ വരേണ്ട ദുരവസ്ഥ ഉണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ എത്തി MRI സ്കാൻ നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നത്. ഇവിടുത്തെ ചികിത്സാ പിഴവ് കൊണ്ടാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായെന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. എന്നാൽ ഈ ആരോപണം അദ്ദേഹം നിഷേധിക്കുകയാണ്. സിൻഡോ ജോസഫ് എന്ന ഒരു വ്യക്തിയാണ് അവിടെ ഈ സ്ഥാപനം നടത്തി വരുന്നത്. ഇദ്ദേഹം സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ അറിയുന്നത് ഡോക്ടർ സിൻഡോ ജോസഫ് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ഡോക്ടറേറ്റ് വ്യാജമാണ്. ഏതോ ഉഡായിപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമാണ് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കിട്ടിയിരിക്കുന്നത്. യാതൊരു ക്വാളിഫിക്കേഷനും അദ്ദേഹത്തിന് ഇല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിനോട് നമ്മൾ ഈ പ്രതികരണം ചോദിച്ചിരുന്നു. ഈ പരാതി വന്ന സാഹചര്യത്തിൽ ഇന്നലെ നമ്മൾ നേരിട്ട് അവിടെ പോയിരുന്നു. പക്ഷേ അവിടെ കുറേയധികം ആളുകളൊക്കെ ഉണ്ട്. അദ്ദേഹം പറയുന്നത് ഈ രോഗികളെ എല്ലാം ഞാൻ ചികിത്സിച്ച് ഭേദമാക്കിയതാണ്. 1-2 പേരുടെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ അറ്റാക്ക് ചെയ്യരുതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. താങ്കൾക്ക് യോഗ്യതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള 3 ഡോക്ടർമാർക്ക് യോഗ്യതയുണ്ട്, അതുകൊണ്ട് അവർ പറയുന്നതനുസരിച്ചാണ് ഞാൻ ചികിത്സിക്കുന്നതെന്നാണ് പറയുന്നത്. എന്താണെങ്കിലും പൊതുജനാരോഗ്യം മുൻനിർത്തിക്കൊണ്ട് സിദ്ധ മെഡിക്കൽ അസോസിയേഷൻ ഇപ്പോൾ പരാതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. സംസ്ഥാന മെഡിക്കൽ കൗൺസിലിന് പരാതി നൽകിയിട്ടുണ്ട്. ഈ സ്ഥാപനം വ്യാജമായാണ് പ്രവർത്തിക്കുന്നത്, യാതൊരു ക്വാളിഫിക്കേഷനും ഈ സ്ഥാപനത്തിനുമില്ല, അതുകൊണ്ട് പൊതുജനാരോഗ്യം പരിഗണിച്ചുകൊണ്ട് ഈ സ്ഥാപനം അടച്ചുപൂട്ടണമെന്ന ആവശ്യമാണ് സിദ്ധ മെഡിക്കൽ അസോസിയേഷൻ ഇപ്പോൾ പരാതിയായി ഉന്നയിക്കുന്നത്. ഇത്തരത്തിൽ നിരവധി പരാതികൾ പല രോഗികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. പോലീസിനെ സമീപിക്കാനാണ് രോഗികളുടെയും തീരുമാനം. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ വരും മണിക്കൂറുകളിൽ നമ്മൾ പ്രേക്ഷകരിൽ എത്തിക്കും. ഒരു കാര്യം കൂടി പറയുകയാണ് അരുൺ, ഇന്നലെ നമ്മൾ വാർത്ത എടുക്കാൻ വേണ്ടി അവിടെ എത്തിയപ്പോൾ രോഗികളാണെന്ന വ്യാജേന കുറേ ആളുകൾ നമ്മളെ അവിടെ തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മൾ ആ ഡോക്ടറുടെ ഭാഗം എടുക്കാനാണ് അവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ അവരുടെ ഈ സിൻഡോ ജോസഫിന്റെ ഫേസ്ബുക്ക് ഐഡിയിലൂടെ തന്നെ റിപ്പോർട്ടർ ചാനൽ അവിടെ എത്തിക്കൊണ്ട് വ്യാജ വാർത്തകൾ നൽകി എന്ന രീതിയിലൊക്കെ പല രീതിയിലും വ്യാജ പ്രചാരണങ്ങൾ അവർ നടത്തുന്നുണ്ട്. അവരോട് നമുക്ക് പറയാനുള്ളത്, ഒരു ഭാഗം, അതായത് ഒരു പരാതി വരുമ്പോൾ മറുഭാഗം കേൾക്കാനാണ് നമ്മൾ അവിടെ എത്തിയത്. അവിടെ എത്തിയപ്പോഴാണ് അവിടെയുള്ള ആളുകൾ നമ്മുടെ തടയുന്ന സാഹചര്യം ഉണ്ടായത്. എന്താണെങ്കിലും പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കൃത്യമായി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൂടാതെ സിദ്ധ മെഡിക്കൽ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട സംഘടനകൾ സർക്കാരിനെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, രാഹുലാണ് വിവരങ്ങൾ നൽകിയത്. ആശുപത്രിക്കെതിരെ പരാതി. കട്ടപ്പനയിൽ അശാസ്ത്രീയമായ ചികിത്സ, അങ്ങനെ തന്നെ പറയണം. കാരണം അതാണ് അവസ്ഥ. എന്താ അവസ്ഥയാക്കി മാറ്റി എന്നുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതേപോലെയുള്ള വ്യാജ വൈദ്യന്മാരുടെ അടുത്ത് പോയി നിങ്ങൾ പെടരുത്, ദയവ് ചെയ്ത്.
അത്തരത്തിൽ സർട്ടിഫിക്കറ്റ് ഉള്ള ഡോക്ടർമാരുടെ അടുത്തേക്ക് മാത്രം പോവുക, അശാസ്ത്രീയമായ ഇത്തരം ചികിത്സാ രീതികൾ നമുക്ക് പ്രോത്സാഹിപ്പിക്കാനേ കഴിയില്ല എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. വ്യാജ ഡോക്ടർമാരുടെ അടുത്ത് പോയി ഉള്ള കാൽമുട്ടയും ചിരട്ടയൊന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ നിങ്ങൾക്ക്. ഒരുപാട് പേര് പലരും വൈദ്യന്മാരാണെന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇങ്ങനെ പോയിട്ട് തടവുകയാണ്. ചിലരൊക്കെ മസാജ് പാർലറിൽ പോയിട്ട് ഉഴിച്ചിലാണത്രേ. ഞരമ്പിനൊന്നും അതൊന്നും താങ്ങാനുള്ള ശേഷിയില്ല. പ്രത്യേകിച്ച് മനസ്സിലാക്കണം.